ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഒരു സംശയം, അല്ലേ? അത് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടല്ല കൂടുതൽ പരീക്ഷണം വരുന്നത്. സത്യത്തിൽ ഈശ്വരനോട് അടുത്ത് നിൽക്കുമ്പോൾ പരീക്ഷണം വരുന്നത് ഒരു തരത്തിൽ ഭാഗ്യമാണ്. കാരണം ഈശ്വരന്റെ സംരക്ഷണയിൽ നമുക്ക് ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും സാഹചര്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈശ്വരൻ ഒരിക്കലും സ്വജനപക്ഷപാതിയല്ല. ഈശ്വരനെ വിളിക്കുന്ന ആളുകളുടെ ദുഃഖങ്ങൾ മുഴുവൻ മാറ്റി കൊടുക്കുക, ഈശ്വരനെ വിളിക്കാത്ത ആളുകളെ ശിക്ഷിക്കുക എന്നൊന്നും പറയുന്ന സ്വജനപക്ഷപാതിയല്ല ഈശ്വരൻ. നമ്മുടെ ദുഃഖവും ദുരിതവും രോഗവും ഒക്കെ വരുന്നത് പൂർവജന്മ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈശ്വരനെ വിളിക്കുമ്പോൾ അത് നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം, ഈശ്വരനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. പക്ഷെ ഈശ്വരനെ വിളിക്കുന്നവർക്ക് ഈശ്വരൻ ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ പുഞ്ചിരിയോടുകൂടി നേരിടാനുള്ള ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ പൂർവ്വജന്മ ദുരിതങ്ങളും വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ട് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതമായിട്ട് ഈശ്വരനുമായിട്ട് അടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്നുള്ളത്. അല്ലാതെ ഇത് മാറ്റിവെക്കാൻ ഈശ്വരൻ ഒരിക്കലും സ്വജനപക്ഷപാതിയല്ല.